ഓം ശാന്തി 8-3-2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ബാബയിൽ നിന്ന് സകാശ നേടുന്നതിനായി സുഗന്ധമുള്ള പുഷ്പമായി മാറൂ. അതിരാവിലെ ഉണർന്ന് ഓർമ്മയിലിരുന്ന് ബാബയോട് വളരെ മധുരമധുരമായി സംസാരിക്കൂ. ചോദ്യം: എല്ലാ കുട്ടികളും ബാബയെ നമ്പർ വൈസായി ഓർമ്മിക്കുന്നുണ്ട്. എന്നാൽ ബാബ ഓർമ്മിക്കുന്നത് ഏതു കുട്ടികളെയാണ്? ഉത്തരം: ഏതു കുട്ടികളാണോ വളരെ മധുരമായിട്ടുള്ളത്, ആർക്കാണോ സേവനമില്ലാതെ മറ്റൊന്നും ഇഷ്ടമല്ലാത്തത്, ആരാണോ അതീവ സ്നേഹത്തോടെ ബാബയെ ഓർമ്മിക്കുന്നത്, സന്തോഷത്താൽ സ്നേഹക്കണ്ണുനീർ ഒഴുക്കുന്നത്, അങ്ങനെയുള്ള കുട്ടികളെ ബാബയും ഓർമ്മിക്കുന്നു. ബാബയുടെ ദൃഷ്ടി പുഷ്പങ്ങളുടെ നേരെയാണ്. ഇന്ന ആത്മാവ് വളരെ നല്ലതാണ് എന്ന് പറയും. ഇന്ന ആത്മാവ് എവിടെ സേവനം കാണുന്നുവോ ഓടിക്കൊണ്ടിരിക്കുന്നു, അനേകരുടെ മംഗളം ചെയ്യുന്നു. അതിനാൽ ബാബ അവരെ ഓർമ്മിക്കുന്നു. ഓം ശാന്തി. അച്ഛനിരുന്ന് മുഴുവൻ ആത്മാക്കൾക്കും മനസ്സിലാക്കി തരികയാണ്. ശരീരവും ഓർമ്മ വരുന്നുണ്ട്, ഒപ്പം ആത്മാവിനെയും ഓർമ്മ വരുന്നുണ്ട്. ശരീരമില്ലാതെ ആത്മാവിനെ ഓർമ്മിക്കാൻ സാധിക്കില്ല. ഈ ആത്മാവ് നല്ലതാണ്, ഇവർ ബാഹർമുഖിയാണ്, ഇവർ ഈ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ഇവർ ആ ലോകത്തെ മറന്നിരിക്കുകയാണ്. ആദ്യം അവരുടെ നാമവും രൂപവും മുന്നിൽ വരുന്നു. ഇന്ന ആളുടെ ആത്മാവിനെ ഓർമ്മിക്കുന്നു. ഇന്നാരുടെ ആത്മാവ് വളരെ നന്നായി സേവനം ചെയ്യുന്നു. ഇവരുടെ ബുദ്ധിയോഗം ബാബയുമായിയാണ്. ഇവരിൽ ഇന്ന ഇന്ന ഗുണങ്ങളുണ്ട്. ആദ്യം ശരീരത്തെ ഓർമ്മിക്കുമ്പോൾ പിന്നീട് ആത്മാവിനെ ഓർമ്മ വരും. ആദ്യം ശരീരമാണ് ഓർമ്മ വരിക. എന്തുകൊണ്ടെന്നാൽ ശരീരം വലിയ വസ്തുവല്ലേ. പിന്നീട് അതിസൂക്ഷ്മവും വളരെ ചെറുതുമായ ആത്മാവിനെ ഓർമ്മ വരും. ഇത്രയും വലിയ ശരീരത്തിന്റെ മഹിമ ചെയ്യാറില്ല. മഹിമ പാടുന്നത് ആത്മാവിനാണ്. ഇവരുടെ ആത്മാവ് വളരെ നല്ല സേവനം ചെയ്യുന്നുണ്ട്. ഇന്നാത്മാവ് ഇവരെക്കാളും നല്ലതാണ്. ആദ്യം ശരീരമാണ് ഓർമ്മ വരുന്നത്. ബാബയ്ക്ക് അനേകം ആത്മാക്കളെ ഓർമ്മിക്കേണ്ടതായി വരുന്നു. ശരീരത്തിന്റെ പേര് ഓർമ്മ വരില്ല, കേവലം രൂപമാണ് മുന്നിൽ വരുന്നത്. ഇന്നയാളുടെ ആത്മാവ് എന്ന് പറയുമ്പോൾ ശരീരം തീർച്ചയായും ഓർമ്മ വരും. ഈ ദാതയുടെ ശരീരത്തിൽ ശിവബാബ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് പോലെയാണിത്. അറിയാം, ബ്രഹ്മബാബയുടെ ശരീരത്തിൽ ശിവബാബയുണ്ട്. ശരീരം തീർച്ചയായും ഓർമ്മ വരും. ഞങ്ങൾ എങ്ങനെയാണ് ഓർമ്മിക്കേണ്ടത് എന്ന് ചോദിക്കുന്നു. ശിവബാബയെ ബ്രഹ്മ ശരീരത്തിൽ ഓർമ്മിക്കണോ അതോ പരംധാമത്തിൽ ഓർമ്മിക്കണോ? വളരെ പേർ സംശയം ചോദിക്കുന്നു. ബാബ പറയുന്നു, ഓർമ്മിക്കേണ്ടത് ആത്മാവിനെ തന്നെയാണ്. പക്ഷെ ശരീരവും തീർച്ചയായും ഓർമ്മ വരും. ആദ്യം ശരീരം, പിന്നീട് ആത്മാവ്. ബാബ ഈ ശരീരത്തിൽ ഇരിക്കുകയാണ്. അതിനാൽ തീർച്ചയായും ശരീരം ഓർമ്മ വരും. ഇന്ന ശരീരമുള്ള ആത്മാവിന് ഇന്ന ഗുണമുണ്ട്. ബാബയും നോക്കിക്കൊണ്ടിരിക്കുന്നു, ആരാണ് എന്നെ ഓർമ്മിക്കുന്നത്, ആരിലാണ് വളരെയധികം ഗുണങ്ങളുള്ളത്, ഏതേതെല്ലാം പുഷ്പങ്ങളിലാണ് സുഗന്ധമുള്ളത്. പുഷ്പങ്ങൾ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. പൂച്ചെണ്ടുണ്ടാക്കുന്നു. അതിൽ രാജാവ്, റാണി, പ്രജ എന്നിങ്ങനെ ഭിന്ന ഭിന്നങ്ങളായ പുഷ്പങ്ങളും ഇലകളും ഉപയോഗിക്കുന്നു. അച്ഛന്റെ ദൃഷ്ടി പൂക്കളുടെ നേരെയാണ് പോകുന്നത്. പറയും, ഇന്ന ആളുടെ ആത്മാവ് വളരെ നല്ലതാണ്, വളരെയധികം സേവനം ചെയ്യുന്നു. ആത്മാഭിമാനിയായിരുന്ന ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെ സേവനമുണ്ടോ അവിടേക്ക് ഓടുന്നു.
എന്നിട്ടും അതിരാവിലെ ഉണർന്ന് ഓർമ്മയിൽ ഇരിക്കുകയാണെങ്കിൽ ആരെയായിരിക്കും ഓർമ്മിക്കുന്നുണ്ടാവുക? പരംധാമത്തിൽ ശിവബാബയെ ഓർമ്മ വരുന്നുണ്ടാകും, ഇല്ലെങ്കിൽ മധുബനിലിരിക്കുന്ന ശിവബാബയെ ഓർമ്മ വരുന്നുണ്ടാകും. ബാബയെ ഓർമ്മ വരുന്നുണ്ടാകില്ലേ? ബ്രഹ്മശരീരത്തിൽ ശിവബാബയുണ്ട്, എന്തെന്നാൽ ബാബ ഇപ്പോൾ താഴേക്ക് വന്നിരിക്കുകയാണ്. മുരളി കേൾപ്പിക്കാൻ താഴേക്ക് വന്നു. ബാബ വീട്ടിലിരിക്കുമ്പോൾ ഒരു ജോലിയുമില്ല. അവിടെ ചെന്ന് എന്തു ചെയ്യാനാണ്? ഈ ശരീരത്തിൽ തന്നെയാണ് പ്രവേശിക്കുന്നത്. അതിനാൽ തീർച്ചയായും ആദ്യം ശരീരത്തെയാണ് ഓർമ്മ വരുന്നത്, പിന്നീട് ആത്മാവിനെയും. ഇന്ന് ശരീരത്തിൽ ഇരിക്കുന്ന ആത്മാവ് നല്ല വിശേഷപ്പെട്ടതാണ്. ഇവർക്ക് സേവനമല്ലാതെ മറ്റൊന്നിലും താൽപര്യമില്ല. വളരെ മധുരമാണ്. ബാബ ഇരിക്കുന്നുണ്ടാകും, എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കും. ഇന്ന കുട്ടി വളരെ സമർത്ഥനാണ്, വളരെയധികം ഓർമ്മിക്കുന്നു. ബന്ധനസ്ഥരായ കുട്ടികൾക്ക് വികാരത്തിന്റെ പേരിൽ എത്ര അടി കിട്ടുന്നു, എത്ര സ്നേഹത്തോടെ ഓർമ്മിക്കുന്നുണ്ടാകും. എപ്പോഴാണോ വളരെ ഓർമ്മിക്കുന്നത്, അപ്പോൾ സന്തോഷം കൊണ്ട് സ്നേഹ കണ്ണുനീരും വരുന്നു. ചില സമയങ്ങളിൽ ആ കണ്ണുനീർ താഴേക്ക് വീഴാറുമുണ്ട്. ബാബയ്ക്ക് ഇതല്ലാതെ എന്താണ് ജോലി? എല്ലാവരെയും ഓർമ്മിക്കുന്നു. വളരെയധികം കുട്ടികളുടെ ഓർമ്മ വരുന്നു. ഇന്നയാളുടെ ആത്മാവിന് നിയന്ത്രണമില്ല, ബാബയെ ഓർമ്മിക്കുന്നേയില്ല, ആർക്കും സുഖം നൽകുന്നില്ല. ഇവർ സ്വയം തന്റെ മംഗളം പോലും ചെയ്യുന്നില്ല. ബാബ ഇത് പരിശോധിച്ചുകൊണ്ടേയിരിക്കും. ഓർമ്മിക്കുക അർത്ഥം സകാശ് നൽകുക. ആത്മാവിന്റെ കണക്ഷൻ പരമാത്മാവുമായി വേണമല്ലോ. ഒരു ദിവസം വരും, അപ്പോൾ കുട്ടികൾ യോഗത്തിൽ വളരെ നല്ല രീതിയിൽ മുഴുകും. ബ്രഹ്മാവും ആരെയെങ്കിലും ഓർമ്മിക്കുകയാണെങ്കിൽ ഉടനെ അവർക്ക് സാക്ഷാത്കാരം ഉണ്ടാകും. ആത്മാവ് വളരെ ചെറിയ ബിന്ദുവാണ്. സാക്ഷാത്കാരം ചെയ്താലും ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. വീണ്ടും ശരീരം തന്നെയാണ് ഓർമ്മ വരിക. ആത്മാവ് ചെറിയ ബിന്ദുവാണ്. പക്ഷെ ഓർമ്മിക്കുകയാണെങ്കിൽ അവരുടെ ആത്മാവ് പാവനമായി മാറും. പൂന്തോട്ടത്തിൽ നിരവധി പൂക്കളുണ്ടാകും. ബാബയും നോക്കും, ഇത് വളരെ സുഗന്ധപൂർണമായ പുഷ്പമാണ്, ഇത് അത്രത്തോളമില്ല, എങ്കിൽ പദവിയും കുറവായിരിക്കും. ബാബയുടെ സഹായിയായി മാറുന്നത് ആരാണോ അവരാണ് ഉയർന്ന പദവി നേടുന്നത്. ആരാണോ ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അവരും ഉയർന്ന പദവി നേടും. ബ്രാഹ്മണനിൽ നിന്ന് ട്രാൻസ്ഫറായി ദേവതയായി മാറുന്നു. ഇവർ ദൈവിക പുഷ്പമാണോ അതോ ആസുരീയ പുഷ്പമാണോ എന്ന വർണ്ണനയും ഈ സംഗമയുഗത്തിലേ ചെയ്യാൻ കഴിയൂ. എല്ലാവരും പുഷ്പങ്ങളാണ്, പക്ഷെ എല്ലാവരും വ്യത്യസ്തമാണ്. ബാബയും ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ടീച്ചർ തന്റെ വിദ്യാർത്ഥികളെ ഓർമ്മിക്കുമല്ലോ. ഇവർ പഠിക്കുന്നത് കുറവാണ് എന്നത് ഹൃദയം കൊണ്ട് മനസ്സിലാക്കുമല്ലോ. ബാബ അച്ഛനുമാണ്, ടീച്ചറുമാണ്. തീർച്ചയായും അച്ഛനാണല്ലോ. കൂടുതൽ സമയം ടീച്ചറാണ്. ടീച്ചർക്ക് മുഴുവൻ ദിവസവും പഠിപ്പിക്കണം. ഈ പഠിപ്പിന്റെ ശക്തി കൊണ്ടാണ് അവിടെ പദവി നേടുന്നത്. അതിരാവിലെ നിങ്ങൾ എല്ലാവരും അച്ഛന്റെ ഓർമ്മയിൽ ഇരിക്കുന്നു. അത് ഓർമ്മയുടെ വിഷയമാണ്. പിന്നീട് മുരളി നടക്കുന്നു. ഇതാണ് പഠിപ്പിന്റെ വിഷയം. മുഖ്യമായത് പഠിപ്പും യോഗവുമാണ്. അതിനെ ജ്ഞാനമെന്നും വിജ്ഞാനമെന്നും പറയുന്നു. ഇത് ജ്ഞാന വിജ്ഞാന ഭവനമാണ്. ഇവിടെ അച്ഛൻ വന്നാണ് പഠിപ്പിക്കുന്നത്. ജ്ഞാനത്തിലൂടെ മുഴുവൻ സൃഷ്ടിയുടെയും അറിവ് ലഭിക്കുന്നു. വിജ്ഞാനമർത്ഥം നിങ്ങൾ യോഗത്തിലിരിക്കുന്നു. ഇതിലൂടെ നിങ്ങൾ പാവനമായി മാറുന്നു. നിങ്ങൾക്കറിയാം, അച്ഛൻ കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ദേഹി അഭിമാനി ആയാലേ
ഭൂതം ഇറങ്ങിപ്പോകൂ. എല്ലാവരിലെയും ഭൂതം പെട്ടെന്ന് ഇറങ്ങിപ്പോകും എന്നല്ല. കണക്ക് വഴക്കുകൾ പൂർത്തിയാക്കി പിന്നീടുള്ള പെരുമാറ്റത്തിന്റെ ആധാരത്തിലാണ് പദവി നേടുക. ക്ലാസ് ട്രാൻസ്ഫർ ആകും. ഈ ലോകത്തിൽ ട്രാൻസ്ഫർ ആകുന്നത് താഴേക്കാണ്. നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഉണ്ടാകുന്നത് മുകളിലേക്കാണ്. എത്ര വ്യത്യസ്തമാണ്! ഈ കലിയുഗത്തിന്റെ പടികൾ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നിങ്ങൾ പുരുഷോത്തമ സംഗമയുഗികൾ ഏണിപ്പടികൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. ലോകം ഇത് തന്നെയാണ്. കേവലം ബുദ്ധിയുടെ ജോലിയാണ്. നിങ്ങൾ പറയുന്നു, ഞങ്ങൾ സംഗമയുഗികളാണ്. പുരുഷോത്തമനാക്കി മാറ്റുന്നതിനായി അച്ഛന് വരേണ്ടി വരുന്നു. നിങ്ങൾക്കായി ഇപ്പോൾ പുരുഷോത്തമ സംഗമയുഗമാണ്. ബാക്കി എല്ലാവരും ഘോര അന്ധകാരത്തിലാണ്. ഭക്തിയെ അവർ വളരെ നന്നായി മനസ്സിലാക്കുന്നു. പക്ഷെ അവരിൽ ജ്ഞാനം ഒട്ടും തന്നെ ഇല്ല. നിങ്ങൾക്കിപ്പോൾ ജ്ഞാനം ലഭിച്ചു. അതിനാൽ നിങ്ങളെല്ലാം മനസ്സിലാക്കുന്നു. ഒരു നുള്ള ജ്ഞാനം കൊണ്ട് അവർ പകുതി കൽപ്പത്തേക്ക് കയറുന്നു. പിന്നീട് അവിടെ ജ്ഞാനത്തിന്റെ കാര്യമേ ഉണ്ടാകുകയില്ല. ഈ മുഴുവൻ കാര്യങ്ങളും കേൾക്കുകയും സ്വയത്തിൽ ധാരണ ചെയ്യുകയും ഒപ്പം മറ്റുള്ളവരെ കേൾപ്പിച്ചുകൊണ്ടുമിരിക്കുന്നത് മഹാരഥി കുട്ടികൾ മാത്രമാണ്. ബാക്കിയുള്ളവർ ഇവിടെ നിന്ന് പുറത്തുപോയി അതോടെ അവസാനിച്ചു. കർമ്മം അകർമ്മം വികർമ്മത്തിന്റെയും രഹസ്യം ഭഗവാനാണ് മനസ്സിലാക്കി തരുന്നത്. ഇതാണ് കൽപ്പത്തിലെ സംഗമയുഗം. ഇപ്പോൾ പഴയ ലോകം വിനാശമായി പുതിയ ലോകത്തിന്റെ സ്ഥാപന ഉണ്ടാകണം. വിനാശം മുന്നിൽ നിൽക്കുകയാണ്. നിങ്ങൾ സംഗമത്തിൽ നിൽക്കുകയാണ്. ബാക്കിയുള്ളവർക്ക് കലിയുഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര ഘോരമായ അന്ധകാരമാണ്! വീണുകൊണ്ടേയിരിക്കുന്നു. ചിലർ വീഴ്ത്തുന്നതിന് നിമിത്തമായും ഉണ്ടാകും. അതാണ് രാവണൻ. ഈ സഭയിൽ വാസ്തവത്തിൽ പതീതമായ ആർക്കും ഇരിക്കാൻ കഴിയില്ല. പതീതമായവർ വായുമണ്ഡലത്തെ മോശമാക്കും. അഥവാ ആരെങ്കിലും ഒളിഞ്ഞിരിക്കുകയാണെങ്കിൽ അവർക്ക് പരിക്ക് പറ്റുകയും ചെയ്യും. തീർത്തും താഴേക്ക് വീഴും. ഈശ്വരീയ സഭയിൽ ഏതെങ്കിലും അസുരൻ വന്നിരിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് അറിയാൻ കഴിയും. കല്ലുബുദ്ധിയാണ്, അതിലും കല്ലുബുദ്ധിയായി മാറും. 100 മടങ്ങ് ശിക്ഷ ലഭിക്കും. സ്വയത്തിന് നഷ്ടമുണ്ടാക്കി വെക്കും. ഇവർക്ക് മനസ്സിലാകുമോ ഇല്ലയോ എന്ന് നോക്കട്ടെ എന്ന് കരുതുന്നു. ഇതിൽ നമ്മൾക്ക് എന്ത് വേണം? ആര് ചെയ്യുന്നുവോ അവർ നേടും. എനിക്കറിയേണ്ട കാര്യമൊന്നുമില്ല. അച്ഛനോട് സദാ സത്യമായിരിക്കണം. സത്യതയുണ്ടെങ്കിൽ നൃത്തമാടിക്കൊണ്ടിരിക്കും എന്ന് പറയാറുണ്ട്. സത്യമായി ഇരിക്കുകയാണെങ്കിൽ തന്റെ രാജധാനിയിലും നൃത്തം ചെയ്യാം. അച്ഛൻ സത്യമാണ്. അതിനാൽ കുട്ടികൾക്കും സത്യമാകണം. ബാബ ചോദിക്കുന്നു, ശിവബാബ എവിടെയാണ്? പറയുന്നു, ബ്രഹ്മ ശരീരത്തിൽ. പരംധാമത്തെ വിട്ട് ദൂരദേശത്ത് വസിക്കുന്നയാൾ പരദേശത്ത് വന്നിരിക്കുകയാണ്. ബാബയ്ക്കിപ്പോൾ വളരെയധികം സേവനം ചെയ്യണം. ബാബ പറയുന്നു, എനിക്കിവിടെ രാപ്പകൽ സേവനം ചെയ്യണം. സന്ദേശികൾക്കും ഭക്തർക്കും സാക്ഷാത്കാരം ചെയ്യിക്കണം. സേവനമുള്ളത് ഇവിടെയാണ്. അവിടെ ഒരു സേവനവുമില്ല. സേവനമില്ലാതെ ബാബയ്ക്ക് സുഖമുണ്ടാകില്ല. മുഴുവൻ ലോകത്തിന്റെയും സേവനം ചെയ്യണം. എല്ലാവരും വിളിക്കുകയാണ്, ബാബ വരൂ എന്ന് പറഞ്ഞ്. പറയുന്നു, ഞാൻ ഈ രഥത്തിൽ വന്നിരിക്കുന്നു. അവർ പിന്നീട് കുതിരയെയും വണ്ടിയെയും അലങ്കരിക്കുന്നു. ഇവിടെ കുതിരവണ്ടിയിൽ കൃഷ്ണൻ എങ്ങനെ ഇരിക്കും? കുതിരവണ്ടിയിൽ ഇരിക്കാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു, ഇങ്ങനെയുമില്ല. ദേഹാഭിമാനിയാകുക, ദേഹി അഭിമാനി ആവുക എന്നീ കാര്യങ്ങൾ സംഗമയുഗത്തിൽ മാത്രമുള്ളതാണ്. മാത്രമല്ല, ബാബയ്ക്കല്ലാതെ മറ്റാർക്കും ഇതൊന്നും പറഞ്ഞു തരാൻ സാധിക്കില്ല.
നിങ്ങളും ഇപ്പോഴാണ് അറിയുന്നത്. മുൻപ് അറിയില്ലായിരുന്നു. എന്താ ഏതെങ്കിലും ഗുരു പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഗുരുക്കന്മാർ ഒരുപാട് ഉണ്ടായിരുന്നു. പക്ഷെ ആരും പഠിപ്പിച്ചു തന്നില്ല. വളരെയധികം പേർ ഗുരുവിൽ ശരണം തേടുന്നു. ആരിൽ നിന്നെങ്കിലും ശാന്തിയുടെ വഴി ലഭിക്കും എന്ന് കരുതുന്നു. ബാബ പറയുന്നു, ശാന്തിയുടെ സാഗരൻ ഒരേ ഒരു ബാബയാണ്. ആ ബാബ നിങ്ങളെ കൂടെ കൊണ്ടുപോകും. സുഖധാമത്തെയും ശാന്തിധാമത്തെയും ആരും അറിയുന്നില്ല. കലിയുഗത്തിലുള്ളത് ശൂദ്രവർണമാണ്. പുരുഷോത്തമ സംഗമയുഗത്തിൽ ബ്രാഹ്മണ വർണ്ണമാണ്. ഈ വർണ്ണത്തെ നിങ്ങളല്ലാതെ മറ്റാരും അറിയുന്നില്ല. ഇവിടെ നിന്ന് കേൾക്കും, പക്ഷെ പുറത്തു പോകുന്നതിലൂടെ എല്ലാം മറക്കുന്നു. ധാരണ ഉണ്ടാകുന്നില്ല. അച്ഛൻ പറയുന്നു, നിങ്ങൾ എവിടേക്ക് പോകുമ്പോഴും ബാഡ്ജ് അണിയണം. ഇതിൽ ലജ്ജിക്കേണ്ട കാര്യമില്ല. ഇത് ബാബ വളരെയധികം മംഗളം ചെയ്യുന്നതിനായി ഉണ്ടാക്കിയതാണ്. ആർക്ക് വേണമെങ്കിലും മനസ്സിലാക്കി കൊടുക്കൂ. അഥവാ വിവേകമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയും, നിങ്ങൾക്ക് ഇതിൽ ചിലവ് ഉണ്ടായിരിക്കും. അപ്പോൾ പറയൂ, ചിലവ് ഉണ്ടാകുന്നുണ്ട്. പാവങ്ങൾക്ക് ഫ്രീയാണ്. അവർ ധാരണ ചെയ്യുകയാണെങ്കിൽ ഉയർന്ന പദവി നേടാൻ സാധിക്കും. പാവങ്ങളുടെ കയ്യിൽ പൈസയില്ലെങ്കിൽ എന്തു ചെയ്യാൻ സാധിക്കും? ചിലരുടെ കയ്യിൽ പൈസയുണ്ടാകും, പക്ഷെ ദൗർഭാഗ്യശാലിയാണ്. ബ്രഹ്മബാബ പ്രായോഗികമായി ചെയ്തു കാണിച്ചു തന്നു. എല്ലാം മാതാക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങളിരുന്ന് എല്ലാം സംരക്ഷിക്കൂ. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ഈ ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞു. അവസാന സമയത്ത് ഒന്നും ഓർമ്മ വരരുത്. അന്തിമ സമയത്ത് ആരാണോ സ്ത്രീയെ സ്മരിച്ചത്, വലിയ മാളികകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഓർമ്മ വരും. പക്ഷെ കുറച്ച് ജ്ഞാനം കേട്ടാൽ പോലും പ്രജയായി തീർച്ചയായും വരും. അച്ഛൻ ഏഴകളുടെ തോഴനാണ്. ചിലരുടെ കയ്യിൽ പണമുണ്ടാകും, എങ്കിലും ദുർഭാഗ്യശാലിയായിരിക്കും. ആദ്യത്തെ അവകാശി ശിവബാബയാണ് എന്ന് മനസ്സിലാക്കുന്നില്ല. ഭക്തി മാർഗത്തിലും ഭഗവാൻ അവകാശിയാണ്. ഈശ്വരാർത്ഥം നൽകുന്നു. എന്താ ഭഗവാന് നൽകാൻ? ഭഗവാൻ പാപ്പരാണോ? ഈശ്വരന്റെ നാമത്തിൽ പാവങ്ങൾക്ക് നൽകുകയാണെങ്കിൽ പ്രതിഫലം ഭഗവാൻ നൽകും എന്ന് കരുതുന്നു. അടുത്ത ജന്മത്തിൽ ലഭിക്കുമല്ലോ. ദാനം നൽകൂ, എങ്കിൽ ഗ്രഹണം ഇല്ലാതാകും എന്ന് പറയാറുണ്ടല്ലോ. അച്ഛന് എല്ലാം നൽകി. ശരീരം, മിത്രസംബന്ധികൾ മുതലായ എല്ലാം ബാബയിൽ അർപ്പിച്ചു. ഇതെല്ലാം അങ്ങയുടേതാണ്. ഈ സമയത്ത് മുഴുവൻ ലോകത്തിലും ഗ്രഹണം ബാധിച്ചിരിക്കുകയാണ്. അത് എങ്ങനെയാണ് ഒരു സെക്കൻഡിൽ ഇല്ലാതാകുന്നത്? കറുത്തതിൽ നിന്ന് വെളുത്തതാകുന്നു. ഇതിപ്പോൾ നിങ്ങൾ മാത്രമാണ് അറിയുന്നത്. പിന്നീട് നിങ്ങൾ മറ്റുള്ളവർക്കും മനസ്സിലാക്കി കൊടുക്കുന്നു. ആരാണോ പറയുന്നത്, ഞാൻ ഉള്ളിൽ എല്ലാം മനസ്സിലാക്കുന്നുണ്ട്, പക്ഷേ ആർക്കും മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നില്ല, ഇങ്ങനെയുള്ളവരെ കൊണ്ടും ഒരു പ്രയോജനവുമില്ല. ബാബ പറയുന്നു, ദാനം നൽകൂ, എങ്കിൽ ഗ്രഹണം ഇല്ലാതാകും. ഞാൻ നിങ്ങൾക്ക് അവിനാശി ജ്ഞാനരത്നങ്ങൾ നൽകുന്നു. അത് എല്ലാവർക്കും നൽകിക്കൊണ്ടിരിക്കൂ. എങ്കിൽ മുഴുവൻ ലോകത്തെയും പിടിച്ചിരിക്കുന്ന രാഹുവിന്റെ ദശ നീങ്ങി ബൃഹസ്പതി ദശയാകും. ഏറ്റവും നല്ലത് ബൃഹസ്പതി ദശയാണ്. നിങ്ങൾക്കറിയാം, പ്രധാനമായും ഭാരതത്തിനും ഒപ്പം മുഴുവൻ വിശ്വത്തിനും ഇപ്പോൾ രാഹുവിന്റെ ഗ്രഹണം ബാധിച്ചിരിക്കുകയാണ്. അത് എങ്ങനെ മാറും? ഇത് അച്ഛനല്ലേ? അച്ഛൻ നിങ്ങളിൽ നിന്നും പഴയതിനെ എടുത്ത് പുതിയത് നൽകുന്നു. ഇതിനെയാണ് പറയുന്നത് ബൃഹസ്പതി ദശ. മുക്തിധാമത്തിലേക്ക് പോകുന്നവർക്ക് ബൃഹസ്പതിയുടെ ദശയാണ് എന്ന് പറയാറില്ലേ? ശരി. വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും.
ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. സദാ സന്തോഷത്താൽ നൃത്തം വയ്ക്കുന്നതിനായി സത്യമായ അച്ഛനോട് സദാ സത്യമായിരിക്കണം. ഒന്നും ഒളിപ്പിക്കരുത്. 2. ബാബ നൽകുന്ന അവിനാശിയായ രത്നങ്ങളെ എല്ലാവർക്കും വിതരണം ചെയ്യണം. അതിനോടൊപ്പം ശിവബാബയെ തന്റെ അവകാശിയാക്കി മാറ്റി എല്ലാം സഫലമാക്കണം. ഇതിൽ ദുർഭാഗ്യശാലി ആകരുത്. വരദാനം: ബിന്ദുവിന്റെയും തുള്ളിയുടെയും മഹത്വത്തെ മനസ്സിലാക്കി തന്റെ ശ്രേഷ്ഠ സ്ഥിതി ഉണ്ടാക്കുന്ന സിദ്ധി സ്വരൂപരായി ഭവിക്കൂ. ശിവപരമാത്മാവിന്റെ പൂജയിൽ 1 ബിന്ദുവിന് വിശേഷതയുണ്ട്, 2 ഓരോ തുള്ളിയുടെയും വിശേഷതയുണ്ട്. രണ്ടിനും തന്റേതായ മഹത്വമുണ്ട്. ആത്മാവ്, പരമാത്മാവ്, പ്രകൃതിയുടെ ഈ കളി, അർത്ഥം ഡ്രാമ, മൂന്നിന്റെയും ജ്ഞാനം പ്രത്യക്ഷ ജീവിതത്തിൽ ബിന്ദുവായി തന്നെ അനുഭവമാകുന്നു. അതുപോലെ തുള്ളിയാണ് ശുദ്ധ സങ്കല്പങ്ങളുടെ സ്മൃതി. അതിലൂടെ മിലനത്തിന്റെ സിദ്ധിയുടെ അനുഭവം ഉണ്ടാകുന്നു. ആത്മീയതയിൽ പ്രാപ്തികളുടെ ശീതള തുള്ളികൾ ബാബയിൽ അർപ്പിക്കുന്നു. ഇതിലൂടെ തന്നെ ശ്രേഷ്ഠ സ്ഥിതി ഉണ്ടാകുന്നു. ഇതിന്റെ ഓർമ്മ ചിഹ്നമാണ് ഭക്തി മാർഗത്തിൽ നടന്നു വരുന്നത്. സ്ലോഗൻ: കൂടുതൽ സംസാരിക്കുന്നതിലൂടെ ബുദ്ധിയുടെ ഊർജം കുറയുന്നു. അതുകൊണ്ട് അല്പവും മധുരവും ആക്കൂ. ഓം ശാന്തി.